റഷ്യ റെഡ് കാർപ്പറ്റ് വിരിക്കുന്നു. സുഹോയ് 57 പരീക്ഷണങ്ങൾക്കായി ഇന്ത്യൻ ടെസ്റ്റ് പൈലറ്റുമാരെ കരാർ ഒപ്പിടാൻ ക്ഷണിച്ചു. ഏറ്റവും കൊതിപ്പിക്കുന്ന പ്രതിരോധ കരാറുകളിൽ ഒന്നിൽ ഒപ്പുവെക്കാനുള്ള മോസ്കോയുടെ ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ സൂചനയായി 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിന്റെ കയറ്റുമതി വകഭേദമായ സുഹോയ് 57 പ്രായോഗിക വിലയിരുത്തലുകൾക്കായി ഇന്ത്യൻ ടെസ്റ്റ് പൈലറ്റുമാരെ ആതിഥേയത്വം വഹിക്കാൻ റഷ്യ ഒരുങ്ങുന്നു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിലെ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഇന്ത്യ ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചാൽ വരും ദിവസങ്ങളിൽ ഈ പരീക്ഷണങ്ങൾക്ക് അംഗീകാരം ലഭിച്ചേക്കാം. ഇന്ത്യയുടെ തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് AMCA പ്രവർത്തനക്ഷമമാകാൻ വർഷങ്ങളോളം അകലെയായിരിക്കെ ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനികവൽക്കരണ നീക്കത്തിൻ്റെ ഒരു മൂലക്കല്ലായി സുഹോയ് 57 സ്ഥാപിക്കാനുള്ള തീവ്രമായ നയതന്ത്ര വാണിജ്യ ശ്രമങ്ങൾക്കിടയിലാണ് ഈ പ്രഖ്യാപനം. എയ്റോ ഇന്ത്യ 2025 ഈ ജെറ്റിൻ്റെ കഴിവ് ഇതിനകം പ്രദർശിപ്പിച്ചതോടെ ആഗോള മത്സരത്തിനും പ്രാദേശിക ഭീഷണികൾക്കും മുന്നിൽ ഇന്തോ റഷ്യൻ ബന്ധം കൂടുതൽ ആഴത്തിലാകാനുള്ള തന്ത്രപരമായ ഒരു വഴിത്തിരിവാണ് റഷ്യയുടെ ഈ ഓഫർ. നാറ്റോയുടെ ഫെലോനായ സുഹോയ് 57 റഷ്യയുടെ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൻ്റെ കഴിവിനെ പ്രതിനിധീകരിക്കുന്നു. നാറ്റോ സുഹോയ് 57 ഫെലോൺ എന്നാണ് വിളിക്കുന്നത്. 5ാം തലമുറ യുദ്ധവിമാനമായ സുഹോയ് 57 നാറ്റോ റിപ്പോർട്ടിംഗ് നാമം ഫെലോൺ എന്നാണ്. ഇരട്ട എഞ്ചിൻ, സൂപ്പർ മാനുവറൽ മൾട്ടി റോൾ ഫൈറ്റർ, കുറഞ്ഞ നിരീക്ഷണയോഗ്യമായ സ്റ്റെൽത്ത്, സൂപ്പർ ക്രൂയിസ് ശേഷി, നൂതന സെൻസർ ഫ്യൂഷൻ എന്നിവ സംയോജിപ്പിച്ചിരിക്കുന്നു. N036, N036 ബൈൽക്ക AESA റഡാർ, R77M പോലുള്ള മിസൈലുകൾക്കുള്ള ഇന്റേണൽ വെപ്പൺ ബേകൾ, ഹൈപ്പർസോണിക് യുദ്ധോപകരണങ്ങളുമായുള്ള അനുയോജ്യത എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഇത് നമ്മുടെ വ്യോമാതിർത്തിയിലെ എതിരാളികളെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 2020 മുതൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. 2025 മധ്യത്തോടെ റഷ്യൻ എയറോസ്പേസ് സേനയ്ക്ക് 70-ലധികം യൂണിറ്റുകൾ കൈമാറി. അന്താരാഷ്ട്ര പങ്കാളികൾക്കായി രൂപകൽപ്പന ചെയ്ത സുഹോയ് 57 പോലുള്ള വകഭേദങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്ന ഓഫറുകൾ, അതിൻ്റെ ചെലവ്, അതിൻ്റെ സ്വഭാവം എന്നിവയെ തുടർന്ന് 2011 ഡൽഹി പിൻവലിച്ച പ്രവർത്തനരഹിതമായ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതി FGFA അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യതയുണ്ട്. FGFA എന്നത് സുഹോയ് 57 അടിസ്ഥാനമാക്കിയുള്ള ഒരു പരാജയപ്പെട്ട സംയുക്ത ഇന്ത്യ റഷ്യ 5ാം തലമുറ യുദ്ധവിമാന പരിപാടിയെ പരാമർശിക്കുന്നു. അതേസമയം 5ാം തലമുറ യുദ്ധവിമാനത്തിനായുള്ള ഇന്ത്യയുടെ വിജയകരമായ തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമാണ് AMCA. സാങ്കേതിക തർക്കങ്ങളും സാങ്കേതിക കൈമാറ്റ പ്രശ്നങ്ങളും കാരണം FGFA ഉപേക്ഷിക്കപ്പെട്ടു. ഇന്റേണൽ വെപ്പൺ ബേകളും നൂതന സെൻസറും പോലുള്ള സവിശേഷതകളുള്ള രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഇരട്ട എഞ്ചിൻ 25 ടൺ സ്റ്റെൽത്ത് ഫൈറ്റർ AMCA ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അത് ഇന്ത്യയെ പ്രേരിപ്പിച്ചു. എന്നാൽ റഷ്യയുടെ ഈ പച്ചക്കൊടി ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായ FGFAക്ക് വീണ്ടും പുനരുജ്ജീവന സാധ്യതകളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. 2025 റോസ്റ്റെക്കും യുണൈറ്റഡ് എയർക്രാഫ്റ്റ് ഓപ്പറേഷനും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ നാസിക് ഫെസിലിറ്റിയിൽ പൂർണ്ണമായ സാങ്കേതിക കൈമാറ്റം, സോഴ്സ് കോഡ് ആക്സസ്, സംയുക്ത ഉൽപ്പാദനം എന്നിവ ഓഫർ ചെയ്യുന്നുണ്ട്. അതും 220-ലധികം സുഹോയ് 30 MKI ജെറ്റുകൾ നിർമ്മിച്ച അതേ സെറ്റാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ നാസിക് ഫെസിലിറ്റി. 20-30 ജെറ്റുകളുടെ പ്രാരംഭ ഓഫ് ദി ഷെൽഫ് ഡെലിവറി, തുടർന്ന് 2030കളുടെ തുടക്കത്തിൽ 60-70 എണ്ണം കൂടി പ്രാദേശികമായി അസംബ്ലി ചെയ്യൽ എന്നിവ ഈ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. ഇത് F-35 പോലുള്ള പാശ്ചാത്യ എതിരാളികളെക്കാൾ ചിലവ് 30-40% കുറവായിരിക്കും. ഫെബ്രുവരിയിൽ നടന്ന എയ്റോ ഇന്ത്യ ബോഗ്ഡാൻ എയറോബാറ്റിക് ഡിസ്പ്ലേകൾ ഉപയോഗിച്ച് ജനക്കൂട്ടത്തെ അമ്പരപ്പിച്ചു. ഇത് ഇന്ത്യൻ എയർഫോഴ്സ് നേതൃത്വത്തിന് ഈ വിമാനത്തെ വീണ്ടും പരിഗണിക്കാനും പരിശോധിക്കാനുമുള്ള താൽപ്പര്യം ജനിപ്പിച്ചു. മോസ്കോയെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ മികച്ചതാണ്. കാരണം ഇന്ത്യയുടെ ഫൈറ്റർ സ്ക്വാഡ്രണുകളുടെ എണ്ണം 42.5 കുറഞ്ഞു. എന്നാൽ MiG-21 വിരമിക്കലുകളും തേജസ് MK-1 കാലതാമസവും
ഇന്ത്യയുടെ എയർഫോഴ്സ് പദ്ധതികളെ വഷളാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ മോസ്കോയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മികച്ച സമയം തന്നെയാണ്. ഇത്രയധികം ആകർഷണീയതകൾ ഉണ്ടായിട്ടും ചില മുന്നറിയിപ്പുകളും സംശയങ്ങളും നിലനിൽക്കുന്നു. തദ്ദേശീയ റഡാർ സ്വാപ്പുകൾക്കായുള്ള ഇന്ത്യയുടെ ആവശ്യങ്ങൾ റഷ്യൻ വിദഗ്ധരെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവർ ജെറ്റിന്റെ രൂപകൽപ്പനയുടെ സമഗ്രത ദുർബലപ്പെടുമെന്ന് ഭയപ്പെടുന്നു. ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും പരീക്ഷണങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാൻ കഴിയില്ല. പൈലറ്റുമാർ ഹിമാലയത്തിന് മുകളിലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡിലെ പ്രകടനവും റാഫേൽ തേജസ് പോലുള്ള വ്യോമസേനയുടെ മികച്ച വിമാനങ്ങളുമായുള്ള പരസ്പര പ്രവർത്തനക്ഷമതയും തെളിയിക്കേണ്ടതുണ്ട്. ഒരു പോസിറ്റീവായ അനുമതി 2025 അവസാനത്തോടെ ഗവൺമെൻറ് ടു ഗവൺമെൻറ് കരാറിന് കാരണമാകും. ഇത് AMCAയുടെ MK-1 2032 പറക്കുന്നതുവരെ ഇന്ത്യയുടെ 5ാം തലമുറ ശൂന്യതയെ നികത്താൻ പോകുന്നതാണ്.